നമസ്കാരം, ഞാൻ ഡോക്ടർ നിവ്യ. ഇനി നമ്മൾ യൂറിക് ആസിഡിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഭക്ഷണത്തിലൂടെയും ശരീരകോശങ്ങളുടെ വിഘടനത്തിലൂടെയും ഉണ്ടാകുന്ന ഒരു മാലിന്യ വസ്തുവാണ് ഈ യൂറിക് ആസിഡ്. സാധാരണ രീതിയിൽ കിഡ്നിയാണ് ഇത് നമ്മുടെ രക്തത്തിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത്. രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയാൽ ഇത് ക്രിസ്റ്റലുകളായിട്ട് രൂപപ്പെടാം. ഈ ക്രിസ്റ്റലുകൾ നമ്മുടെ കിഡ്നിയിൽ വന്ന് അടിഞ്ഞുകൂടുകയും ചിലപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷനെ ബാധിക്കുകയോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് വരെ രൂപപ്പെടാം. അതെങ്കിൽ നമ്മുടെ ജോയിൻറ്റ്സ്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ കാലിലെ പെരുവിരലിൽ ജോയിൻറ്റിന് ചുറ്റും, അതല്ലെങ്കിൽ കണങ്കാൽ അല്ലെങ്കിൽ കാൽമുട്ട്, കൈമുട്ട് തുടങ്ങിയ ജോയിൻറ്റ്സിൽ ഇത് വന്ന് അടിഞ്ഞ് വാദം പോലെയുള്ള ഗൗട്ട് അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന കണ്ടീഷനിലേക്ക് നയിക്കാം. ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലെന്ന് പറയണമെങ്കിൽ പുരുഷന്മാരിൽ 7 mg/dL കൂടുകയോ അല്ലെങ്കിൽ സ്ത്രീകളിൽ 6 mg/dL കൂടുകയോ ആണെങ്കിൽ അത് ഹൈ ലെവലാണെന്ന് പറയാം. നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്? 1. മദ്യപാനം പൂർണ്ണമായി നിർത്തുക എന്നുള്ളതാണ്. 2. ഷുഗർ ഐറ്റംസ് അല്ലെങ്കിൽ പഞ്ചസാര പാനീയങ്ങൾ അല്ലെങ്കിൽ ബേക്കറി പദാർത്ഥങ്ങൾ, മൈദയെ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുക. 3. പൊണ്ണത്തടി ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യായാമം ചെയ്യുക, നന്നായി വെള്ളം കുടിക്കുക. പ്യൂറിൻ റിച്ച് ആയിട്ടുള്ള റെഡ് മീറ്റ്, അതായത് ബീഫ്, പോർക്ക്, മട്ടൺ, കടൽ മാംസങ്ങൾ, മത്സ്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. കൂടാതെ ചെറുമീനുകളായിട്ടുള്ള നത്തൽ, മത്തിയൊന്നും കഴിക്കാൻ പാടുള്ളതല്ല. പിന്നെ കക്ക, എരുന്ത്, കടുക്ക തുടങ്ങിയവ ഒഴിവാക്കുക. പച്ചക്കറിയിൽ ചീര അല്ലെങ്കിൽ മുളപ്പിച്ച പയർ, പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫുഡ് കുറച്ചാൽ നല്ലതായിരിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.